സ്നേഹമുള്ളവരെ, വാഹന സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാകുന്നതിനും വാഹന സംബന്ധമായ മെസ്സേജുകളും അലർട്ട് മെസ്സേജുകളും ലഭിക്കുന്നതിനും ടാക്സ് അടയ്ക്കുന്നതിനും ഈ ചലാനുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ലഭിക്കുന്നതിനും ആയതിന്റെ പേയ്മെന്റുകൾ അടയ്ക്കുന്നതിനും ഇപ്പോൾ വാഹന പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും വാഹന ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നിർബന്ധമായും വാഹൻ സൈറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതിനായി www.parivahan.gov.in എന്ന സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഓപ്ഷനിലൂടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസും വാഹന ഉടമയുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് ആധാറിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ മൊബൈൽ നമ്പർ വാഹൻ സൈറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആദ്യം പ്രസ്തുത സ്ക്രീൻഷോട്ട് സേവ് ചെയ്തിടണം. അതിനുശേഷം അപ്ഡേറ്റ് മൊബൈൽ നമ്പറിന്റെ രണ്ടാമത്തെ ഓപ്ഷനിലൂടെ സെലക്ട് ചെയ്ത് വാഹനത്തിന്റെ ഡീറ്റെയിൽസും ആധാറിന്റെ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിക്കൊണ്ട് അപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യാനും ആയതിന്റെ പ്രിന്റ് എടുക്കാനും സാധിക്കുന്നതാണ്. ഒപ്പം വാഹന ഉടമയുടെ മൊബൈൽ നമ്പറുള്ള ഈ ആധാറും വാഹന ഉടമയുടെ അപേക്ഷയും ആദ്യത്തെ ഓപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്ന സ്ക്രീൻഷോട്ടും അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ നിർബന്ധമായി ചെയ്യേണ്ടതും ശേഷം പ്രസ്തുത ഡോക്യുമെന്റ്സുകൾ RTO ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായി സ്ഥാപന മേധാവിയുടെ അപേക്ഷയോടൊപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഓൺലൈൻ വഴി അപേക്ഷ തയ്യാറാക്കി RTO ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇനി വിദേശത്തുള്ള വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാതിരിക്കുകയോ OTP ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വിദേശത്തുള്ള വാഹന ഉടമയുടെ പേഴ്സണൽ മെയിൽ ID-യിൽ നിന്നും RTO ഓഫീസിലേക്ക് എൻ്റെ മൊബൈൽ നമ്പറിന് പകരം എൻ്റെ വീട്ടിലെ ആരുടെയെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരരുടെയോ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് തരണം എന്നുള്ള ഒരു അപേക്ഷ, അതോടൊപ്പം അച്ഛൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അച്ഛൻ്റെ മൊബൈൽ നമ്പറുള്ള ആധാറിന്റെ കോപ്പിയും വാഹന ഉടമയുടെ പാസ്പോർട്ട്, വിസ എന്നിവയും സഹിതം RTO ഓഫീസിലേക്ക് മെയിൽ അയച്ച് നൽകിയാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു.